ആരോപണങ്ങളും തുറന്നു പറച്ചിലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ കണ്ട ഒരു ന്യൂസാണ്. ഹ്രസ്വചിത്രത്തിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചു. സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേര, സംവിധായകൻ വിനീത് ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ നോക്കി, ആറാട്ടെണ്ണൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഈ AMMA അസോസിയേഷനിൽ ഇനിയും ഒരുപാട് പേര് പുറത്തു വരാണ്ടെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട് പോയ ഒരാളാണല്ലോ. എന്ത് പറ്റി ഇങ്ങനെ? കാരണം എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണനിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പോലീസ് കേസായിട്ടുണ്ട്. ആറാട്ടണ്ണനോട് പേഴ്സണലി ചോദിച്ച സമയത്ത് ആറാട്ടണ്ണൻ അറിയില്ല ഇങ്ങനത്തെ ഒരു കാര്യം. ആറാട്ടണ്ണൻ ഇങ്ങനൊരു ആളെ കണ്ടിട്ട് തന്നെ ഇല്ല. ആറാട്ടണ്ണൻ ഒരു പിടുത്തവും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. പിന്നെ അലൻ ജോസ് പെരേരയുടെ കാര്യം എനിക്കറിയില്ല. എനിക്ക് അലൻ ജോസ് പെരേരയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു ന്യൂസ് കണ്ടു. അപ്പോൾ ഇവർക്കെതിരെ കേസ് കൊടുത്ത ആ ഒരു വ്യക്തി മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. വിനീത് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയുകയും അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. നിന്നെ കൊന്നു കളയും, ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീത്, 2 അലൻ ജോസ്, 2 ബ്രൈറ്റ്, 3 അലൻ ജോസ്, 4 ആറാട്ടണ്ണൻ, 5 അഭിലാഷ്. ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ആരോപണം അവർ മീഡിയേൻ്റെ മുന്നിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിൽ ഈ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പോ ഗ്യാങ്ങോ? ആറാട്ടണ്ണൻ ആരുടെ? മോൺസ്റ്ററാ, ഗാങ്സ്റ്ററാ? എനിക്കറിയാൻ പാടില്ല കേട്ടോ ആറാട്ടണ്ണൻ അങ്ങനെ ഒരു ഗ്രൂപ്പോ ഗ്യാങ്ങോ ഉണ്ട് എന്നുള്ളത്. അയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു നല്ല ഫ്രണ്ട് ഇല്ല. അല്ലെങ്കിൽ അയാളായിട്ട് ലൈക്ക് ഒരു ബ്രദർലി ഫീലിങ്ങിലാണെന്നുണ്ടെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാരില്ല. അയാളെപ്പോഴും ഇങ്ങനെ ഒരു മൈൻഡ് എപ്പോഴും ഷിഫ്റ്റ് ആവുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കറിയുമ്പോൾ ഇവർ ഈ ഗ്രൂപ്പ് ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ ആറാട്ടണ്ണൻ ഇത്രയും വലിയ ലോകമാണോ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഇനിയിപ്പോൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർ പോലീസിലല്ലേ പറയും. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ FIRൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വയ്ക്കാം. ആക്ച്വലി ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഞാൻ ഇതിന് മുമ്പും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ഈ വീഡിയോയിലുള്ള ഈ ഒരു വ്യക്തി ഇതിന് മുമ്പും 1-2 ചാനലിൽ അലൻ ജോസ് പെരേരൻ്റെയും ഈ പറഞ്ഞ ആറാട്ടണ്ണൻ്റെയും പിന്നെ വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കപ്പിൾ ഓഫ് മന്ത്സ് ബാക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിനീത് എന്ന് പറഞ്ഞ ഒറ്റൊരുത്തം കാരണം ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് മുടങ്ങിയിട്ടുള്ള പൈസയുടെ കണക്ക് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വേദനിച്ചാൽ എനിക്കിനി പറ്റില്ല. ഒരുപാട് വേദനകൾ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ട്. എന്നെ സെക്സിൽ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവൻ ഗുളിക വാങ്ങിച്ചു തന്നും, പച്ചക്കറി, മീനും എല്ലാ സംഭവവും വാങ്ങിച്ചു തന്നു. ആ ഒരു സങ്കല്പത്തിൽ ഞാൻ ചോദിച്ചു എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് വിനീതോട് ചോദിച്ചപ്പോൾ വിനീത് പറഞ്ഞു, നിരഞ്ജനക്ക് ആരും ഇല്ലല്ലോ, ഒരു ഹെൽപ്പ് എന്നെ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, ഇനിയും ഉയർച്ചയിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് നിരഞ്ജനക്ക് നല്ലത് വരും, അതിനെ കഥ പറയാമെന്ന് പറഞ്ഞ് വന്നതാ. ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാമെന്ന് പറഞ്ഞാണ് ആളെൻ്റെ വീട്ടിൽ വന്ന് കയറിയത്. അപ്പം ഞാൻ വിനീതിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇരിക്കണ്ട, വിനീത് പൊക്കോളൂ, ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓണേഴ്സ് ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആളെൻ്റെ വീട്ടിൽ വന്ന് പുള്ളി ഡ്രസ്സ് വരെ ഊരിയിട്ട് എൻ്റെ ദേഹത്ത് പല രീതിയിലും ചെയ്യാൻ നോക്കി. ഇനിയും എനിക്ക് പറ്റില്ല, എൻ്റെ അത്രയും എൻ്റെ അവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കാരണം ഇവൻ്റെ കീഴിൽ ഒരുപാട് ആൾക്കാർ പോയി പെടുന്നുണ്ട്. അന്ന് എവിടുന്നോ ഒരു ലോഡ്ജിൽ, കാക്കനാട് ഒരു ലോഡ്ജിൽ പോയി കിടന്ന് ഈ റിയക്ക് സംഭവിച്ച അതേപോലെയൊക്കെ തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത്. റിയ എന്ന് പറഞ്ഞ് ഈ അലൻ ജോസ് പെരേരയോടെ കിടന്ന് കളിച്ച ആ പെൺകുട്ടിയുടെ അതേ സിറ്റുവേഷൻ കഥ തന്നെയാണ് എനിക്കും ഉള്ളത്. ഓക്കെ, എനിക്ക് ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു ട്രാൻസിൻ സെൻറ്ററിൻ്റെ അടുത്ത് ഞാൻ പോകാറില്ല, അവരുമായിട്ട് യാതൊരു അടുപ്പവും എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഒരു സെക്സ് മെൻറ്റാലിറ്റി ആയിട്ട് ഞാൻ ഒരു രീതിയിലും പോയിട്ടില്ല. വളരെ സ്മാർട്ടായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞവൻ നമ്പർ 1 ഫ്രോഡാണ്. അവൻ ശരിക്കും യൂസ് ചെയ്യാൻ വേണ്ടി, അവൻ ഈ വട്ടന്മാരെ പോലെ കടന്ന് കളിക്കേണ്ട കാര്യമില്ല. അവനും നല്ല രീതിയിൽ റിവ്യൂ ചെയ്താൽ നല്ല രീതിയിൽ പോവാം. ഇത് എന്നെ വെച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് വൈറലാവേണ്ട കാര്യമുണ്ടോ? അതൊരു ട്രാൻസ് വുമണിനെ വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം അവർക്ക് എന്ത്?
അലൻ ജോസ് പെരേര എന്നെ പലവട്ടം കോൾ ചെയ്തിട്ടുണ്ട് ആള്. അത് വാട്സപ്പ് കോളാണ് ചെയ്യുന്നത്. അശ്ലീല കോളുകൾ വിളിച്ചിട്ട് മോശമായിട്ട് പിന്നെ അവന്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് അവൻ വേറെ രീതിയിലൊക്കെ കടന്ന് കാണിക്കുന്നു. എവിടെയാണ് ഞാൻ പരാതി കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ഒരു 2 ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഈ വ്യക്തി അലൻ ജോസ് പെരേരയെ കുറിച്ചിട്ടും വിനീത് എന്ന് പറഞ്ഞ ഡയറക്ടറെ കുറിച്ചിട്ടൊക്കെ പറയേണ്ടത്. ആറാട്ടണ്ണനെ കുറിച്ചിട്ട് പിന്നെ ഈ ആറാട്ടണ്ണൻ്റെ അധോലോകം എന്ന് പറഞ്ഞ എന്തോ ഒരു ഗ്രൂപ്പ് അവരെ അറ്റാക്ക് ചെയ്തു, അതിൻ്റെ ബാക്കിൽ ആറാട്ടണ്ണ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ അറിയുന്ന വഴിക്കൊക്കെ അന്വേഷിച്ച സമയത്ത് ആറാട്ടണ്ണനെ ഫസ്റ്റ് ഈ കേസ് ഇതിനു മുമ്പ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസുള്ള സമയത്ത് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആറാട്ടണ്ണൻ ചോദിച്ച സമയത്ത് ആറാട്ടണ്ണൻ്റെ ഫ്രണ്ടും ആറാട്ടണ്ണനും കൂടി പോയിട്ട് മീഡിയയിലുള്ള ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. അവർ പോയി ചോദിച്ച സമയത്ത് അവിടുന്ന് പ്രത്യക്ഷത്തിൽ അവർക്ക് മനസ്സിലായി ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ ഒരു വിധത്തിലുള്ള ഗ്രൗണ്ടും ഇല്ല. ഓക്കെ, ഒരു വിധത്തിലുള്ള ഗ്രൗണ്ടും ഇല്ല എന്ന് മനസ്സിലായതോട് കേട്ടിട്ട് ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്തു, അന്ന് തന്നെ ആറാട്ടണ്ണനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. അത് ക്ലിയർ ആയിട്ട് ഞാൻ മീഡിയയിലുള്ള എൻ്റെ ഫ്രണ്ടിനെ തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഫ്രണ്ടാണ് ആറാട്ടനൊപ്പം പോയിട്ടുണ്ടായത്. അപ്പോൾ അത് അവരെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങൾ ഇതേപോലുള്ള ഓരോരുത്തരുടെ തുറന്നു പറച്ചിൽ കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ SIT ഉണ്ടല്ലോ, SITയിൽ പോയിട്ട് ഒരു കേസ് ഇതേമാതിരി കൊടുത്തതാണ്. അന്ന് തീരുമാനമായില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കണം വീണ്ടും ഇത് ടേക്കപ്പ് ചെയ്ത്. എന്തായാലും അന്വേഷിക്കട്ടെ, അന്വേഷണം എന്താണെങ്കിലും വേണമല്ലോ. കാരണം ജെന്യുവൻ ആയിട്ടുള്ള കേസുകളുണ്ട്, ഫേക്ക് ആയിട്ടുള്ള കേസുകളുണ്ട്. ആര് വന്ന് ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും കേസായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ രീതി അല്ലേ. SIT ഉണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയാം എന്നാണ് പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളുള്ള വ്യക്തികൾക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പോയിട്ട് ഇത് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പെടാത്ത പുറത്ത് നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവരുടെ മൊഴികൾ സബ്മിറ്റ് ചെയ്യാത്തവർക്കാണോ എന്നുള്ളൊരു കാര്യത്തിൽ ക്ലാരിറ്റി വേണം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്താണ് ക്രിട്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു കണ്ടൻറ്റാക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് കുറച്ച് ബിസിയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായി പോയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. 1-2 വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാണ്ട്, പ്ലസ് ഒരു വ്ളോഗും അപ്ലോഡ് ചെയ്യാണ്ട്. അത് പോട്ടെ. ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ അലൻ ജോസ് പെരേര ഒരു വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടു. വീഡിയോ കോളിൽ വന്നു എന്തെങ്കിലും ഫോൺ വിളിച്ചെങ്കിലും സൈബർ സെൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനകത്ത് നമ്മൾ ഒരാളെ ഒരു ഫോൺ വിളിച്ചെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും എടുത്തു തരാം. ആ നമ്പറിൽ നിന്ന് സ്മാർട്ട് ഫിക്സിലെ വാർത്ത വന്നപ്പോ പേവാക്കിന് പൊട്ടച്ചിനെ കേട്ടു. പക്ഷെ ഇത് ഇത്രയും വരുമെന്ന് ഓർത്തില്ല. പക്ഷേ ഇതിന്റെ അകത്ത് പറയണെന്ന് നിങ്ങൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. കെട്ടിയായിട്ട് സമയം കിട്ടുന്നുണ്ട്, മനസ്സിലായി? കെട്ടിയാ ഞാൻ പറയാം, ഇപ്പോൾ കാണാനായിട്ട് പോയിട്ടില്ല. നമ്മള് ഓരോ നിങ്ങൾ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പൊ റിവ്യൂസിന്റെ സമയത്ത് ഞങ്ങള് ഓരോ ദിവസം വെള്ളിയാഴ്ച വന്ന് ക്യാമറയിലുണ്ടാവും വരുന്നതിൽ, മനസ്സിലായോ? ബാക്കിയുള്ള ദിവസം വീട്ടിലാണെങ്കിലും വീട്ടിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും എത്ര ദിവസം ഉണ്ട്. പിന്നെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നിരന്തരം പോകാറുണ്ട്, ഷൂട്ടിംഗ് ആണെങ്കിലും പോകാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സെറ്റപ്പിൽ നമ്മൾ ഹണി ട്രാപ്പാണ്. പക്ഷെ ഹണി ട്രാപ്പ് തന്നെയാണ്. കാരണം ഞങ്ങൾ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനാണ് കേസ് കൊടുത്തത്. അവിടെ ഞാനും പെരേരും പോയായിരുന്നു. നമുക്കെതിരെ കൊടുത്തു. ആറാട്ടെണ്ണം പോയി കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണം പറഞ്ഞു 5-ാം പ്രതി ആക്കിയേക്കും. ആറാട്ടെണ്ണം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അപ്പൊ സാറിനോട് പറഞ്ഞു, സാറ് കാര്യം അതിലൊരു പോലീസുകാരൻ പറയുണ്ടായി, കറക്റ്റ് കാര്യമാണ്, ഹണി ട്രാപ്പാന്ന് തോന്നുന്നത്. കാരണം ഇവര് പലരെയും വിളിച്ചിട്ട് ഇതുപോലെ തന്നെ. ഈ പെണ്ണിനെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും. ആദ്യമായിട്ട് ഇതിന്റെ രൂപം തന്നെ കാണുന്ന സ്മാർട്ട് ബിഗ് വീഡിയോയില് ഒരു ഇത് വന്നായിരുന്നു, വീഡിയോ വന്നായിരുന്നു. പിന്നെ ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു ഇതില് ഞാൻ എവിടെ കേസ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ അവർ ചെയ്യുന്ന ഒരു സാധനം, ഈ ആറാട്ടറിന്റെ ലോകം എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഫേക്ക്. അതിനകത്ത് വന്നപ്പോഴാണ് ഇവർ രൂപം തന്നെ കാണുന്നത്. ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇവര് ഞങ്ങളുടെ പേജിന്റെ താഴെ, എന്റെ പേജിന്റെ അഭിലാഷ് അട്ട എന്ന പേജിന്റെ താഴെ വന്നിട്ട് ഈ വിനീതിന്റെ പടം ഇട്ടിട്ട്, 1-ാം പ്രതി വിനീതിന്റെ പടം ഇട്ടിട്ട് ഇങ്ങനെ എഴുതുകയാണ്, ഇയാൾ പീഡിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്റെ പേജിന്റെ താഴെ ഇടണമെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. പല കേസും എന്റെ പേര് പറയാൻ പല രീതി മടിക്കാറുണ്ട് പണ്ടൊക്കെ. ഇപ്പൊ ഈ വിവാദം വന്നപ്പോൾ ലാംഗ്വേജ് എന്റെ പേര് യൂസ് ചെയ്തിട്ട് ചോദിക്കാം, അലൻ ജോസ് പെരേര എന്താ ചെയ്തേക്കണം, അത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാൻ. ഇപ്പോ എനിക്ക് വലിയ പൊസിഷൻ കിട്ടിയപ്പോൾ ആൾക്കാർക്ക് ഒരു കൈയിരിക്കുന്നു. കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്നെ കാണിക്കുന്നതുകൊണ്ട് അലൻ ജോസ് പെരേരയ്ക്ക് ഇപ്പോ ലാലേട്ടനും മമ്മൂക്കനൊക്കെ പോലെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. TV ചാനലല്ല, സോഷ്യൽ മീഡിയയിൽ. മനസ്സിലായി? സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് എന്റെ പേര് യൂസ് ചെയ്ത് വൈറലാൻ വേണ്ടി ശ്രമിക്കാതെ. ഇതൊക്കെയാണ് അലൻ ജോസ് പെരേരയ്ക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസ് വന്നതിനെ കുറിച്ചിട്ട് പറയാനുള്ളതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനു മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി കേസ് കൊടുത്ത സമയത്ത് അവിടെ പോയി അന്വേഷിച്ച സമയത്ത് അതൊരു ഹണി ട്രാപ്പ് മോഡലുള്ള കാര്യമാണെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് മുമ്പ് വന്ന ഒരു കേസായിട്ടാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അന്ന്
ഈ പറഞ്ഞ എന്താ പറയുക ആറാട്ടണ്ണൻ പോയ കാര്യം എനിക്കറിയായിരുന്നു. ഞാൻ ഇപ്പോൾ രണ്ടാമത് വിളിച്ച് റീകൺഫേം ചെയ്തതാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന കേസാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിസിൽ SIT വന്നപ്പോൾ SITയിൽ വീണ്ടും അവരെന്ത് ചെയ്തു, ഈ സാധനം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഈ ഒരു കേസ് കൊടുത്ത വ്യക്തിയെ കുറിച്ചിട്ട് അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ ഒരു പയ്യൻ ഒരു പോസ്റ്ററായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഏതെങ്കിലും പെൺകുട്ടികൾ അനാഥമായിട്ടുണ്ടെങ്കിൽ ജീവിതം കൊടുക്കാൻ റെഡിയാണെന്നുള്ളത്. ആ പയ്യൻ്റെ വീട്ടിലേക്കും ആ പയ്യനെയും വിളിച്ചിട്ട് ആ പയ്യൻ ഇവരെ കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ക്ലാഷ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ ലൈക്ക് എന്താ പറയുക, ഈ പറഞ്ഞ വിനീത്, ഇവരാരെക്കുറിച്ചാണോ ആരോപണം ഉന്നയിച്ച ഈ വിനീതും ഇവരുടെ ഒരു വേറൊരു പാരലൽ യൂണിവേഴ്സിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൽ കൃത്യമായ അന്വേഷണം SIT വെക്കണം. കാരണം ചില അലിഗേഷൻസ്, ഫേക്ക് അലിഗേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചിലരെ പേഴ്സണൽ ലൈഫ് ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് മുതലെടുക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും തെളിയണം, അതും കൃത്യമായിട്ട് പുറത്ത് വരണം. മനസ്സിലായോ? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊരു ട്രോൾ കോമഡി ആയിട്ട് ഈ സാധനം ചിലപ്പോൾ ഒരു സൈഡിലൂടെയാണ് പോയി കളയും. അങ്ങനെ ആവരുത്. അതായത് ആരെങ്കിലും ഒരു എന്താ പറയുക ഫെയിമിന് വേണ്ടിയിട്ട്, ഓക്കെ എന്താണെങ്കിലും ഞാൻ അന്ന് കൊടുത്ത കേസാണ്, അതിലൊരു കാര്യമായില്ല. കാര്യം എന്തുകൊണ്ടായില്ല എന്നുള്ളത് പോലീസിന് അന്വേഷിക്കണം മീഡിയ. അന്ന് എന്തുകൊണ്ട് പോലീസുകാർ ആ കേസ് ടേക്കപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ഫോർവേഡ് ചെയ്തില്ല എന്നുള്ളത് മീഡിയ കറക്റ്റായിട്ട് അന്വേഷിക്കണം. കാരണം ആ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനൊക്കെ അന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഈ പോലീസുകാരോട് സംസാരിച്ചതിന് ശേഷം പിന്നെ ആ കേസ് മുന്നോട്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി കൊടുത്ത കേസ്, ഇവർക്കെതിരെ കൊടുത്ത കേസിൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഇതിനകത്ത്. കാരണം ഇതൊരു തമാശകളായിട്ട് പോകാൻ പാടില്ല, സീരിയസ്നെസ് വേണം ഈ കാര്യത്തിൽ. ഞാൻ പറയുമ്പോൾ അതാണ്. ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. രഞ്ജിത്ത്, രേവതി, കുറേ കാര്യങ്ങൾ റിവീലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ രേവതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ട്രോളൊക്കെ കംപ്ലീറ്റ് മറ്റേ ഏത് രേവതിയാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആ പയ്യൻ ഇന്നലെ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഹോട്ടൽ റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പയ്യൻ, ആ പയ്യൻ്റെ ഒരു ലൈക്ക് എന്താ പറയുക ഒരു പാസ്റ്റ്, അല്ലെങ്കിൽ ആ പയ്യൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ പയ്യൻ ഡിവോഴ്സിയാണ് ആസ് പെർ മൈ നോയിങ്. അപ്പോൾ ആ ലേഡി, ഓക്കെ, എക്സ് വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നതുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഞാൻ എന്താണെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഒരു ഇവൻറ്റിന് പോകണം, ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര, പിന്നെ ഈ പറഞ്ഞ വിനീത് എന്ന് പറഞ്ഞ സംവിധായകനെതിരെ ഇപ്പോൾ കേസ് പോയിട്ട്, പിന്നെ ഒരു 5 പേർക്കെതിരെയാണ് കേസ് പോയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി എന്താണെങ്കിലും SITക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് SIT ടീം ഒന്നും കൂടി ഒന്ന് വലുതാക്കണം. എത്രത്തോളം കേസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.